ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം ഇന്നത്തെ പ്രത്യേകിച്ചുള്ള പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് കാലമായി വിചാരിക്കുന്നു നല്ലൊരു ട്രൈപോഡ് മേടിക്കണം എന്നുള്ളത്. എൻ്റെ കയ്യിലുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് എന്ന് പറയുന്നത് ഇത് ഡിജിടെക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഒരു 6 വർഷങ്ങൾക്ക് മുന്നേ, എൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഈ സാധനം എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു കാല് പൊട്ടിപ്പോയി. അപ്പം ഇന്ന് ഒരു ട്രൈപോഡ് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ കുറേ കാലമായി ഇതൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ സമയം ഒത്തു വന്നത് ഇന്നാണ്. കൂടാതെ ഞങ്ങൾ ടൗണിൽ പോയിട്ട് കുറച്ച് ചില്ലറ വേറെയും പർച്ചേസിംഗ് ഉണ്ട്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പാമ്പേഴ്സ്. കുട്ടിയുള്ളവർക്കറിയാം, ഈ ന്യൂ ബോൺ ബേബീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ചെലവിൽ ഒന്നാണ് പാമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുന്ന സമയത്ത് ഗിഫ്റ്റൊക്കെ ആൾക്കാർ കൊണ്ടുതരുമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ വിചാരിക്കായിരുന്നു ഇവർക്കൊക്കെ ഈ പാമ്പേഴ്സ് കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നത്. അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ മേടിക്കുന്ന സ്മോൾ പാമ്പേഴ്സ് ഒരു ആമസോൺ എന്നൊരു 74 എണ്ണത്തിൻ്റെ ഒരു കോംബോ പാക്ക് ഉണ്ട്. അത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള പാമ്പേഴ്സ് തന്നെ കുറേ എന്താ പറയുക കാറ്റഗറിയിൽ പെടുന്ന പാമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രീമിയം ക്വാളിറ്റിയുള്ള 74 എണ്ണത്തിന് എനിക്ക് തോന്നുന്നു 899 രൂപ അങ്ങനെ എന്തുകൊണ്ടാണ് അതിൻ്റെ വില. അപ്പോൾ ഇപ്പോൾ സ്മോളിൽ നിന്നും മീഡിയത്തിലേക്ക് മാറിയ സമയത്ത് കുറച്ചധികം ഒരു പ്രൈസ് കൂടുതലാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും ടൗണിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇതെന്തെങ്കിലും ഒരു ഓഫർ പ്രൈസിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടെ പർച്ചേസ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും അതായത് വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഒരു ടീഷർട്ട് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ അതും ഒന്ന് പോയിട്ട് വേറെ ഏതെങ്കിലും കളക്ഷൻസ് ഉണ്ടോ എന്ന് പോയിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്യണം. നല്ലതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് തന്നെ എടുക്കും. നല്ല മഴയും നല്ല കാറ്റും വരുന്നുണ്ട്. നേരത്തെ പോയാൽ പോരേനും. നേരത്തെ പോകാനോ ചെക്കനെ അങ്ങോട്ട് കൊണ്ടുണ്ടേ. എന്നാലും കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയ മഴയത്തെ ചെക്കനെ പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും. അതിനെക്കാട്ടും നല്ലത് ഓനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോ സേഫ് ആയില്ലേ. ശനി വേഗം പോയി വരണപ്പോ എന്താക്കും മഴ ചെയ്താല് സീനാണ്. ഞാൻ നല്ലോണം പാല് കൊടുത്തിട്ടുണ്ട്. ഇറങ്ങി എണീച്ചാൽ ആപ്പിൾ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് വലിയ സീനില്ല. ലക്ഷറി ലൈഫാ, കുഴപ്പമില്ല. ലക്ഷറി ലൈഫാ. അപ്പൊ ഇവിടുന്ന് കയറിയാ ഞാൻ വീഴും. താഴോട്ട് പോവാം. കേറട്ടെ. അയ്യോ, ഓക്കെ പോവാ. ഞങ്ങളങ്ങനെ ആദ്യം പോയത് ക്യാമറ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ്. ഇവിടെ നിന്നാണ് ഞാൻ മുൻപ് കാലം തൊട്ട് ക്യാമറ ഗാഡ്ജറ്റുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ട്രൈപോഡ് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഡിജിടെക്കിൻ്റെ ഒരു മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡൽ നെയിം എനിക്ക് ഓർമ്മയില്ല. ഇതിന് ഏകദേശം ഓൺലൈനിൽ വില വരുന്നത് 1800 ചില്ലറ എങ്ങാണ്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടുന്ന് 1700 രൂപയ്ക്കാണ് ഇവരിത് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ട്രൈപോഡ് ആക്ച്വലി ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിരിക്കുന്ന എൻ്റെ അടുത്തുള്ള ട്രൈപോഡ് തന്നെയാണ്. സെയിം മോഡൽ തന്നെയാണ്. അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഏകദേശം 1000 രൂപയ്ക്ക് ചുവടെയായിട്ട് വരുന്ന ഒരുപാട് ട്രൈപോഡ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ടെങ്കിലും ഞാൻ അത് പർച്ചേസ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ട്രൈപോഡിൻ്റെ മുകളിൽ വെക്കുന്ന സാധനത്തിന്, അതിപ്പോൾ ക്യാമറ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും അത്യാവശ്യം കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ സേഫ്റ്റിക്കാണല്ലോ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ട്രൈപോഡിന് ഈ പറഞ്ഞ പോലെ കുറച്ച് കോസ്റ്റ്ലി ആയാലും സേഫ് ആയിരിക്കും. ഈ ആനേനെ വാങ്ങിയിട്ട് തോട്ടി വാങ്ങാൻ കാശില്ല എന്ന് പറയുന്നത് മോശമല്ലേ. ഈ ട്രൈപോഡിൻ്റെ കാലുകളെല്ലാം ഫുള്ളി അലൂമിനിയം ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഫുള്ളി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 177 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെ നമുക്കിതിനെ ഉയർത്താൻ പറ്റും. ഈ ട്രൈപോഡ് പാക്ക് ചെയ്യുന്ന ഇടയിലാണ് ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടത്. ഒരു വയർലെസ് മൈക്കായിരുന്നു അത്. ഹോളി ലാൻഡിൻ്റെ ലാർക്ക് A1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലായിരുന്നു അത്. ഈ സാധനം ഞാൻ ഒരുപാട് മുന്നേ തന്നെ പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ക്യാമറയ്ക്ക് സ്യൂട്ടാവുന്ന വയർലെസ് മൈക്ക് ഉള്ളത് കൊണ്ട് ഞാൻ താൽക്കാലികമായി അങ്ങനെ അങ്ങ് വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ അത് അത്യാവശ്യമായിട്ട് തോന്നുന്നു. കാരണം വ്ളോഗും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിലാണ്. അപ്പോൾ ഐഫോണിന് സ്യൂട്ടാവുന്ന ഒരു മൈക്ക് നിർബന്ധമായി എനിക്ക് വന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ് ടൈം വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് ഇതിൻ്റെ ക്യാഷ് ഞാൻ കൈ കരുതിയിട്ടില്ല. ഈ എവിടെ നിന്ന് എന്തെങ്കിലും പറ, അവിടെ നിന്ന് എന്തെങ്കിലും പറ, കുറച്ചുകൂടെ ഒക്കെ പറ. മൈക്കിൻ്റെ അടുത്താണ് കുട്ടീനെ പിടിച്ചെടുക്കണ്ട ഒരു കാരണം പറയണ്ടല്ലോ. ട്രൈപോഡ് ഇല്ലാന്ന്. ട്രൈപോഡ് ഇല്ലാത്തോണ്ടല്ലോ വ്ളോഗ് എടുക്കാത്ത. അല്ല, ഒരു കാരണം അതിനല്ലോ. അത് എനിക്ക്
അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ പാമ്പേഴ്സിന് വല്ല ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കി. പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾ വിചാരിച്ചൊരു ടൈപ്പ് ഓഫറുകൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നാട്ടിലെ ഡ്രസ്സിന് ഷോപ്പിലെത്തി. ഞാൻ എൻ്റെ പഴയ ടീഷർട്ട് മാറ്റി ഈ ഒരു പച്ച ടീഷർട്ടാണ് സെലക്ട് ചെയ്തത്. അവിടെ ഉള്ളതിലേക്കും വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ടീഷർട്ട് എനിക്ക് ഇതായിട്ട് തോന്നിയത്. പിന്നെ നാട്ടിലെ ഷോപ്പ് ആയതുകൊണ്ട് കളക്ഷൻസ് കുറച്ച് കുറവായിരുന്നു. ആളൊന്ന് ടൗണിൽ പോയി വന്നപ്പോഴത്തേക്കും സൈഡായതല്ല, സൈഡ് ആവലൊന്നുമില്ല. ഇന്നിപ്പോ ജലദോഷം ആയതുകൊണ്ടാണ്. ആ ബിരിയാണി വന്നു. അതെ, അമ്മ വിളിക്കുന്നു. വരുന്ന ആനിവേഴ്സറിക്ക് ഉച്ചക്ക് ബിരിയാണി ഇനി വേണം. നോക്കട്ടെ, തുറക്ക്. നല്ല സ്മെല്ലുണ്ട്. ഓ ഗോഡ്, ലഗോൺ ബിരിയാണി ഉള്ളൂ. വാ കഴിക്കാം. എന്തോ ഒരു സ്വൈരക്കേടാണ്. അതിനുള്ള പോയിക്കോ, ഉള്ള പോ. വെരി ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. അവിടെ ഇരുന്നോ. എന്നെ ഭയങ്കര പേടിയാ. ഇപ്പൊ വരും ബാക്ക് കൂടെ. ഓക്കെ ഗൈസ്, ഞങ്ങൾക്കിപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയം എന്ന് പറയുന്നത് 1:30 മണിയാണ്. ഇവിടെ ആ സമയത്ത് ഒരു ചപ്പാത്തിയും ഈ പറഞ്ഞ പോലെ മട്ടൻ കറിയും കുറച്ച് കഴിച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ വിശക്കുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ ഒന്നും കഴിച്ചില്ല. രാവിലത്തെ കഴിപ്പാണ്. സമയം ദേ കറക്റ്റ് 4 മണിയായി. യോ ബിരിയാണി സ്വാഭാവികം. നല്ല ലഗുണമാണല്ലോ ഇതില്. ഇഷ്ടപ്പെട്ട പീസ് ചിക്കൻ. ഞാനൊന്നും തന്നില്ല പറയും. ഓ മൈ ഗോഡ്. തൈരുണ്ടോ? അതും കൂടെ എടുത്തരൂ. ഓ ഗാഡ്, സത്യം പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് മറ്റേ കല്യാണത്തിനുണ്ടാകുന്ന ലഗോൺ ബിരിയാണി ഉണ്ട്. ഞാൻ കളർ കണ്ടപ്പോൾ അത്രയ്ക്ക് ഞാനൊരു ഹൈപ്പ് ഇട്ടു. പക്ഷെ അത്ര എത്തിയിട്ടില്ല. പക്ഷെ കൊള്ളാം, അടിപൊളി. മസാല കുറവായിപ്പോയി കേട്ടോ. അത് ശരി, ഇവിടെ വിളമ്പായിട്ടാണ്. നല്ല എന്താ പറയുക, ഈ ജ്യൂസി ആയിട്ടുള്ള ബിരിയാണി. എനിക്ക് ഓവർ ഡ്രൈനെസ് അതേമാതിരി എനിക്കിഷ്ടമല്ല. സോ ഓ മൈ ഗോഡ്. ഒരാളുടെ ബിരിയാണിക്ക് മട്ടൻ കറി കൂട്ടുന്ന എന്തോ വല്ലാത്തൊരു കോമ്പോ ആണല്ലോ. അടിപൊളിയല്ലേ ബിരിയാണി? മട്ടനും കഷ്ണം എടുത്താ പോരെ? കഷ്ണല്ലേ രാവിലെ നുള്ളിപ്പറിച്ച് ഇതന്നെ ആണല്ലേ? എന്നാ പോട്ടെ, തിന്നോക്ക്. ബിരിയാണിന്റെ അഭിപ്രായം പറയും. നീലിന്റെ മജ്ബൂത്താ രസം. ബിരിയാണി രസമല്ല കേട്ടാ ഇനി ബിരിയാണി കിട്ടൂല. ഇവിടെ വ്ളോഗ് കാണുന്ന രസമുണ്ട്, കുഴപ്പമില്ലല്ലേ? നീലും അന്ന് ഈ പറഞ്ഞ പോലെ എന്താണ് ആ സാധനം ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ബിരിയാണി ടേസ്റ്റ് ചെയ്തത്. പക്ഷെ രസമില്ലായ്മയില്ല, എന്താ പറയാ, ഞാൻ പ്രതീക്ഷയ്ക്ക് ഹൈപ്പിട്ടപ്പോ ഒരു 10 പ്രതീക്ഷിച്ചപ്പോ 8 കിട്ടി. അത്ര വിശപ്പായതുകൊണ്ട് രസമുണ്ട് ഇതിലെ, നല്ല രസമില്ലാന്ന്. പക്ഷെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് 10 പ്രതീക്ഷിച്ചപ്പോൾ ഒരു 8 കിട്ടി, അത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു പൊടിക്ക് ഡൗൺ, അത്രേ ഉള്ളൂ.